അപ്പം ഇന്ന് കൃഷ്ണ ജയന്തിയാണ്. വീട്ടിലേക്ക് വന്നേക്കുവാണ്. കൃഷ്ണന്മാരും രാധന്മാരും എല്ലാവരും ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആയതുകൊണ്ടില്ലേ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഗോചന്ദ്ര. എന്നാലും നമുക്ക് കൃഷ്ണന്മാരെ രാധന്മാരെ വീട്ടിൽ നിന്ന് കാണാം. അപ്പം നമ്മുടെ കൃഷ്ണന്മാരും രാധന്മാരും എല്ലാവരും നല്ല ഒരുക്കത്തിലാണ്. ഉണ്ടല്ലേ, കുഞ്ഞു കൃഷ്ണന്മാരും ഉണ്ട്, രാധന്മാരുണ്ട്, എല്ലാവരുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഘോഷയാത്ര ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പം മഴ കാരണമാണ് ഇപ്പോൾ ഇറങ്ങാതെ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത്രയും നേരം കുറച്ച് മഴ ഉണ്ടായിരുന്നു, നന്നായിട്ട് മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുകയാണ്. ഭാരതാംബ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കിരീടം കൂടെ വെച്ചാൽ മതി. ഇനി പോകാൻ നേരത്താണ് കിരീടം. ഇപ്പം നമ്മുടെ ഭാരതാംബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഘോഷയാത്ര മഴയൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാവരും രാധന്മാരും പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ശോഭായാത്ര പോവുകയാണ്. മഴ ചെറുതായിട്ടുണ്ടെന്ന് എല്ലാവരും കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇല്ലേ പോകുന്നുണ്ടോ? എല്ലാവരും പോകാൻ തുടങ്ങുകയാണ്. എല്ലാവരും കൊടയൊക്കെ ചൂടിയിട്ടാണ്. കൃഷ്ണന്മാരും രാധന്മാരെല്ലാവരും ചെറുതായിട്ട് നനയുന്നുണ്ട്. അപ്പം നമ്മുടെ ഘോഷയാത്ര ദേ ഇവിടെ തുടങ്ങിയതേ കൃഷ്ണനും രാധയും ഓടിപ്പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. അതാ ഭാരതാംബ വരുന്നുണ്ട്. ഘോഷയാത്ര കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ശോഭായാത്ര, ഇതാണ് ശോഭായാത്ര. കൃഷ്ണനും രാധയും നല്ല എന്താ പറയുക ഓടിക്കളിക്കുന്നുണ്ട്. കണ്ണൻ്റെ കൂടെ രാധ കളിക്കുന്നുണ്ട്. അവർ പാട്ടിനനുസരിച്ച് കുഞ്ഞാറ്റയും പൈങ്കിളിയാണ് കളിക്കുന്നത്. ഭാരതാംബയായിട്ട് നമ്മുടെ വാവാറ്റയാണ്. അടിപൊളിയായിട്ട് ദേ അവർ കളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രാധമാർ വേറെ ഉണ്ട്, കൃഷ്ണന്മാരുണ്ട്. എല്ലാവരും നല്ല അടിപൊളി സൂപ്പറായ ഘോഷയാത്രയാണ്. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ പെയിൻ്റൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മഴ തന്നെയാണ് കാരണം. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ
നമ്മളെ ശരിക്കും ചതിച്ചു. എങ്കിലും കൃഷ്ണൻ്റെ കുസൃതികൾ കാരണം എല്ലാവരും മഴയൊന്നും കണക്കാക്കിയില്ല. എല്ലാവരും നോക്കി നിന്ന് കൃഷ്ണൻ രാധയും കളിക്കുന്നതും രാധന്മാരും ഗോപികമാരും കളിക്കുന്നതും നോക്കി നിന്നു. അതൊന്നും കാര്യമാക്കിയിട്ടില്ല ആരും. അപ്പോൾ നമ്മുടെ ഘോഷയാത്ര തീരാൻ പോവുകയാണ്. എന്നാലും നമ്മുടെ സീതാദേവീൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് രാധന്മാരും കൃഷ്ണന്മാരും കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്രസാദമൊക്കെ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പോകാൻ തുടങ്ങാം. പിന്നെ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാറുണ്ടായിരുന്നു. ഭയങ്കര മഴ പെയ്ത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കൃഷ്ണൻ കുഞ്ഞാറ്റയൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബാക്കി നമുക്ക് കാണാം.